നിശബ്ദതയുടെ വിളക്ക്. പുഴയുടെ തീരത്ത് നിൽക്കുന്ന ആ പഴയ വീട്ടിൽ ഒരു നിശബ്ദത എന്നും കുടിയേറിയിരുന്നു. ചുവരുകളിലെ വിള്ളലുകളും മേൽക്കൂരയിലെ ചോർച്ചയും ആ വീടിന്റെ പ്രായം പറഞ്ഞുതരും. ആ വീട്ടിൽ താമസിച്ചിരുന്നത് മാധവൻ നായർ എന്ന ഒരേയൊരു മനുഷ്യൻ മാത്രം. ഒരു കാലത്ത് മാധവൻ നായർ ആ പ്രദേശത്ത് എല്ലാവർക്കും പരിചിതനായിരുന്നു. സ്കൂളിലെ ഏറ്റവും സ്നേഹമുള്ള അധ്യാപകൻ, കുട്ടികൾക്ക് പാഠപുസ്തകത്തിനപ്പുറം ജീവിതം പഠിപ്പിച്ച മനുഷ്യൻ. പക്ഷെ ഇന്ന് അവനെ അന്വേഷിച്ചു വരാൻ ആരുമില്ല. ഭാര്യ ലക്ഷ്മി 15 വർഷങ്ങൾക്ക് മുൻപ് ഒരസുഖം മൂലം വിടവാങ്ങി. ഏകമകൻ അരുൺ ജോലി തേടി നഗരത്തിലേക്ക് പോയി. തുടക്കത്തിൽ കത്തുകൾ വന്നിരുന്നു, പിന്നെ ഫോൺ, പിന്നെ ഒന്നുമില്ല. മാധവൻ നായരുടെ ദിവസങ്ങൾ ഒരേപോലെ നീങ്ങുകയായിരുന്നു. രാവിലെ പുഴക്കരയിൽ കുറച്ചു സമയം നടക്കും, പഴയ പുസ്തകങ്ങൾ വായിക്കും. ഉച്ചയ്ക്ക് ഒറ്റയ്ക്ക് ഭക്ഷണം. രാത്രി ലക്ഷ്മിയുടെ പഴയ ഫോട്ടോയോട് കുറച്ചുനേരം സംസാരിക്കും. ഒരു ദിവസം മഴ ശക്തമായി പെയ്യുന്ന വൈകുന്നേരം വീടിന്റെ വാതിലിൽ ഒരു മുട്ട്. വാതിൽ തുറന്നപ്പോൾ മുന്നിൽ നിൽക്കുന്നത് ഒരു പെൺകുട്ടി. 11 വയസ്സുണ്ടാകാം. ചുടലക്കണ്ണുകളും നനഞ്ഞ വസ്ത്രങ്ങളും. അങ്കിളെ, ഒന്ന് അകത്തു നിൽക്കാമോ? അവളുടെ ശബ്ദത്തിൽ ഭയം. മാധവൻ നായർ ഒന്നും ചോദിച്ചില്ല. അവളെ അകത്തു വിളിച്ചു. ചൂടുള്ള ചായ കൊടുത്തു. അവൾ പറഞ്ഞു, പേര് മീനു. അച്ഛൻ പുഴക്കരയിലെ തൊഴിലാളി. ഇന്ന് രാവിലെ മുതൽ കാണാനില്ല. ആ രാത്രി മീനു ആ വീട്ടിൽ തന്നെ ഉറങ്ങി. മാധവൻ നായർക്ക് വർഷങ്ങൾക്ക് ശേഷം വീട്ടിൽ ഒരാൾ കൂടിയുണ്ടെന്നൊരനുഭവം. നിശബ്ദതയ്ക്ക് ശബ്ദം കിട്ടിയപോലെ. അടുത്ത ദിവസം നാട്ടുകാർ ചേർന്ന് തിരച്ചിൽ നടത്തി. മീനുവിന്റെ അച്ഛനെ കണ്ടെത്തി. കാലൊടിഞ്ഞ നിലയിൽ പുഴക്കരയിൽ വീണു കിടക്കുകയായിരുന്നു. ചികിത്സയ്ക്ക് സഹായിച്ചത് മാധവൻ നായർ തന്നെ. അന്നുമുതൽ മീനു പലപ്പോഴും ആ വീട്ടിലേക്ക് വരാൻ തുടങ്ങി. അവൻ അവൾക്ക് പുസ്തകങ്ങൾ വായിച്ചുകൊടുക്കും, എഴുതാനും പഠിപ്പിക്കും. മീനുവിന് മാധവൻ നായർ ഒരച്ഛനായി. വർഷങ്ങൾ കഴിഞ്ഞു. മീനു നല്ലൊരു വിദ്യാർത്ഥിനിയായി. നഗരത്തിലെ കോളേജിൽ പ്രവേശനം കിട്ടി. പോകുന്നതിനു മുൻപ് അവൾ പറഞ്ഞു, അങ്കിളെ, ഞാൻ എവിടെയായാലും നിങ്ങൾ എന്റെ കുടുംബമാണ്. അവൾ പോയ ശേഷം വീണ്ടും നിശബ്ദത. പക്ഷെ അതിപ്പോൾ വേദനിപ്പിച്ചില്ല. കാരണം ആ വീട്ടിൽ പ്രതീക്ഷയുടെ വിളക്ക് തെളിഞ്ഞിരുന്നു. ഒരു ദിവസം അപ്രതീക്ഷിതമായി വാതിലിൽ വീണ്ടും ഒരു മുട്ട്. ഇസ അവരെ തുറന്നപ്പോൾ അരുൺ. കണ്ണുകളിൽ കുറ്റബോധം, കൈകളിൽ ഒരു ചെറിയ പാക്കറ്റ്. അച്ഛാ, ക്ഷമിക്കണം. മാധവൻ നായർ ഒന്നും പറഞ്ഞില്ല. അവനെ ചേർത്തു പിടിച്ചു. കണ്ണുനീർ മാത്രം സംസാരിച്ചു. വീടിന്റെ മുറ്റത്ത് വീണ്ടും ശബ്ദങ്ങൾ നിറഞ്ഞു. ചിരികൾ, സംസാരങ്ങൾ, ജീവിതം. നിശബ്ദത ഒരിക്കൽ അവനെ തകർത്തു. പക്ഷെ സ്നേഹം വീണ്ടും അവനെ ജീവിക്കാൻ പഠിപ്പിച്ചു. ജീവിതം ചിലപ്പോൾ നമ്മെ ഒറ്റപ്പെടുത്തും. പക്ഷെ ഒരു ചെറിയ കരുണ, ഒരു തുറന്ന വാതിൽ എല്ലാം മാറ്റിമറിക്കും.